വാർത്തകൾ തുടരുന്നു. വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി മണ്ഡലം തല കുടുംബസംഗമം പഴങ്കാവ് പുളിഞ്ഞോളി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടി DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. 4-6 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പഴങ്കാവ് പുളിഞ്ഞോളി സ്കൂളിൽ കുടുംബസംഗമം നടന്നത്. പരിപാടി DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ അടയാളപ്പെടുത്തൽ സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്നുണ്ടായി. ഇനി കയറി വരാത്ത ഒരേ ഒരു സ്ഥലം അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. നല്ല നേതാക്കൾ, സോണിയാഗാന്ധിയുണ്ട്, ഇന്ദിരാഗാന്ധിയുണ്ട്, നമുക്ക് നേതാക്കന്മാരുണ്ട്. പക്ഷെ എന്നാലും ഞാനും സുധീറും ഒന്നും ഒരാളെയും അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് സ്വീകരിക്കാൻ മാനസികാവസ്ഥ ഇല്ലാത്തവരാണ്. അവിടേക്കാണ് സ്ത്രീകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ആ സന്തോഷം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നാട് മാറി. കോൺഗ്രസ് കുടുംബസംഗമത്തിനകത്തും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ സ്ത്രീകളുടെ വളരെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായേ മതിയാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വടകര ഒരു പരിപാടിക്ക് വന്നു, നമ്മുടെ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള ഒരു സമരം. ഞാൻ അവിടെ വന്നു നോക്കുമ്പോഴാണ് ഒരു മാറ്റമില്ലാത്ത വടകരയെ കാണാൻ കഴിയുന്നത്. നിങ്ങളൊക്കെ വടകര നഗരത്തിനകത്ത് ഉള്ളവരാണ്. യഥാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ 2ാമത്തെ പട്ടണമാണ് വടകര. എന്റെ ചെറുപ്പത്തിൽ ഞാൻ വന്ന വടകരയിൽ നിന്ന് എനിക്കൊരു മാറ്റവും കാണാൻ കഴിയില്ല. പണ്ട് വന്നു കഴിഞ്ഞാൽ കേരള കൊയറിലും കീർത്തിയിലും മുദ്രയിലുമാണ് സിനിമ ഉണ്ടാവുക, അത് കാണുക എന്നുള്ളതായിരുന്നു. മടപ്പള്ളിയിൽ അമ്മാവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി 3 മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്തു. 6ാം വാർഡ് പ്രസിഡന്റ് M ജിതേഷ് സ്വാഗതം പറഞ്ഞു. 4ാം വാർഡ് പ്രസിഡന്റ് റീന KV അധ്യക്ഷയായി. കാവിൽ P മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാവിൽ P മാധവനെയും UDF നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ആദരിച്ചു. യോഗത്തിൽ TV സുധീർ കുമാർ, VK പ്രേമൻ, TP ശ്രീലേഷ്, KV രാജൻ, വേണുഗോപാൽ, M ദിവാകരൻ, KV സദാനന്ദൻ, VK രാജൻ, അശോകൻ, പ്രദീപൻ, MR സത്യനാഥൻ എന്നിവർ സംസാരിച്ചു.